സർ, നവകേരള സദസ്സ് ജനാധിപത്യ സംവിധാനങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഏടാണ് കേരള സർക്കാർ സംഘടിപ്പിച്ച നവകേരള സദസ്സ്. ഒരു സർക്കാരിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ മുഴുവൻ മന്ത്രിമാരും ജനസമക്ഷം എത്തി ചർച്ചകൾ നടത്തുന്നതും ജനങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുന്നതുമായ രീതി ലോകത്ത് തന്നെ ഇത്തരത്തിലാദ്യമാണ്. ഈ ജനാധിപത്യ പരീക്ഷണം വോട്ടർമാരിൽ വിശ്വാസമുള്ള സ്വന്തം പ്രവർത്തനം സംബന്ധിച്ച് ആത്മവിശ്വാസമുള്ള ഒരു ഭരണകൂടത്തിന് മാത്രമേ നടപ്പാക്കാനാവൂ. ദശലക്ഷക്കണക്കിന് ജനങ്ങളാണ് നവകേരള സദസ്സിൻ്റെ ഭാഗമായത്. നവകേരള സദസ്സിൻ്റെ ഭാഗമായി നടന്ന ചർച്ചകളിൽ ഉയർന്നു വന്ന അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് വേണ്ടിയുള്ള പ്രൊജക്റ്റ് രൂപീകരണത്തിന് ആസൂത്രണ സാമ്പത്തികാര്യ വകുപ്പിൻ്റെ കീഴിൽ 35 കോടി രൂപ മാറ്റിവെക്കുന്നു. വിശദമായ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് ഓരോ നിയമസഭാ മണ്ഡലത്തിലും ഇതിൽ നിന്ന് 25 ലക്ഷം വീതം അനുവദിക്കും. നവകേരള സദസ്സിൽ വിഭാവനം ചെയ്തതും കുറഞ്ഞ ചെലവും ഉന്നത നിലവാരവുമുള്ള പദ്ധതികളുടെ വിശദമായ പദ്ധതി രേഖ ആസൂത്രണ സെക്രട്ടറി, പ്ലാനിംഗ് ബോർഡ് മെമ്പർ, ബന്ധപ്പെട്ട ഭരണവകുപ്പിൻ്റെ സെക്രട്ടറി എന്നിവർ ഉൾപ്പെട്ട കമ്മിറ്റി അംഗീകരിച്ച് അതത് ഭരണവകുപ്പ് മുഖേന നടപ്പിലാക്കുന്നതാണ്. സർ, ഭാവി കേരളത്തിന് ലക്ഷ്യവും മാർഗവും നൽകുന്ന ദിശാസൂചകങ്ങളായ പദ്ധതികളാണ് വിഭാവനം ചെയ്യുന്നത്. നവകേരള സദസ്സിലെ നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്കായി സംസ്ഥാനത്തെ വികസന പദ്ധതികൾക്കായി 1000 കോടി രൂപ ചെലവഴിക്കും. അതും സാർ മാന്ദ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. എല്ലാ മണ്ഡലത്തിലും ഉണ്ടാവും. 140 മണ്ഡലത്തിലും ഉണ്ടാവും. എല്ലാ മണ്ഡലത്തിലും ഉണ്ട്.